أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയായിലെ 83, 84, 85, 86 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, ഇത് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു. അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് വിളിച്ചു. അന്നീ മസ്സനിയ ളുറു, തീർച്ചയായും എനിക്ക് വല്ലാത്ത വിഷമം, ദുരിതം, കഷ്ടപ്പാട് വന്നിരിക്കുന്നു. എനിക്ക് വല്ലാത്ത കഷ്ടപ്പാട് വന്നിരിക്കുന്നു. വ അന്ത അർഹമുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ല കരുണ കാണിക്കുന്നവനാണല്ലോ. നീ നന്നായി കരുണ കാണിക്കുന്നവനാണല്ലോ. ഫസ്തജബ്നാ ലഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്ന, അങ്ങനെ നാം നീക്കം ചെയ്തു, മാ ബിഹി മിൻ ദുരിൻ, അദ്ദേഹത്തിനുണ്ടായ ദുരിതം, അദ്ദേഹത്തിനുണ്ടായ കഷ്ടപ്പാട് നാം അദ്ദേഹത്തിൽ നിന്നും നീക്കം ചെയ്തു. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നാം അദ്ദേഹത്തിന് നൽകി. വമിസ്ലഹും മാഹും, അതിൻ്റെ കൂടെ അതുപോലുള്ളവർ വേറെയും, അവരെപ്പോലുള്ളവരെ വേറെയും നൽകി. റഹ്മത്തം മിൻ ഇൻദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എന്ന നിലയിലാണ്. വദിക്റ ലിൽ ആബിദീൻ, ആരാധനാകർമ്മങ്ങളിൽ മുഴുകുന്നവർക്ക് ഉത്ബോധനം എന്ന നിലയിലുമാണ്. നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എന്ന നിലയിലുമാണ് ഇതെല്ലാം തന്നെ നാം നൽകിയത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും നാം അനുഗ്രഹിച്ചു. ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെയും നാം അനുഗ്രഹിച്ചു. ദുൽകിഫിൽ എന്ന പ്രവാചകനെയും നാം ആദരിച്ചു. കുല്ലും മിനസ് സ്വാബിരീൻ, അവരെല്ലാവരും ക്ഷമിക്കുന്നവരായിരുന്നു, അവരെല്ലാവരും ക്ഷമാലുക്കളായിരുന്നു. വഅദ്ഖൽനാഹും, നാം അവരെ പ്രവേശിപ്പിച്ചു, ഫി റഹ്മത്തിന, നമ്മുടെ കാരുണ്യത്തിൽ. നമ്മുടെ കാരുണ്യത്തിൽ നാം അവരെ പ്രവേശിപ്പിച്ചു. ഇന്നഹും മിനസ് സ്വാലിഹീൻ, തീർച്ചയായും അവരെല്ലാവരും തന്നെ സജ്ജനങ്ങളിൽപ്പെട്ട ആൾക്കാരുമായിരുന്നു, അവരെല്ലാവരും സജ്ജനങ്ങളും ആയിരുന്നു. പ്രവാചകന്മാർ എന്ന പേരിലാണ് ഈ സൂറത്ത് തന്നെയുള്ളത്. പല പ്രവാചകന്മാരുടെ ചരിത്രം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. അവസാനമായി
സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെയും ദാവൂദ് അലൈഹി ഇസ്ലാമിനെയും അവരൊന്നിച്ചും അല്ലാതെയുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇതിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി ഇവിടെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒട്ടേറെ വിഷമം സഹിച്ച ഒരു പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, കഠിനമായ രോഗം ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അള്ളാഹു പറയുന്നു, അയ്യൂബ് അലൈഹി ഇസ്ലാം ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞ സന്ദർഭം, അന്നീ മസ്സനിയ ദുർറു, തന്നെ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ പിടികൂടിയിരിക്കുന്നു എന്ന്. വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവനാണല്ലോ. അദ്ദേഹത്തിനുണ്ടായ വ്യാധി അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും കുറേ അധികം പറയാറുണ്ട്. വ്രണം ഒലിച്ച് ശരീരത്തിൽ നിന്നൊക്കെ ആകെ പൊട്ടി ഒലിച്ച് മറ്റുള്ളവർക്ക് നോക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആയി എന്നൊക്കെ പറയാറുണ്ട്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയേയില്ല. അദ്ദേഹത്തിന് ദുരിതം ബാധിച്ചിട്ടുണ്ട്, വലിയ രോഗങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, കഷ്ടപ്പാടും വിഷമങ്ങളും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ പലരെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, വല്ലാത്ത വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം അക്ഷമ കാണിക്കുകയോ എനിക്കെന്താണ് ഈ ഗതി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിക്കുകയോ അദ്ദേഹം ചെയ്തില്ല. റബ്ബിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത് തന്നെ അന്നീ മസ്സനിയ ദുർറു എന്നാണ്. എനിക്ക് കഷ്ടപ്പാട് സംഭവിച്ചിരിക്കുന്നു, എനിക്ക് ദുരിതം വന്നിരിക്കുന്നു റബ്ബേ, അത് മാറ്റിത്തരണമേ എന്ന് പറയുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവനാണല്ലോ, അപ്പോൾ എൻ്റെ നേരെയും നിൻ്റെ കരുണ ഉണ്ടാകുമല്ലോ എന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുക മാത്രമാണ് അത്രയും വലിയ ദുരിതക്കടലിൽ നീന്തുമ്പോഴും അദ്ദേഹത്തിനുണ്ടായത്. നമ്മിൽ ആർക്കും വലിയ രോഗങ്ങളില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അക്ഷമ കാണിക്കരുത് ഒരിക്കലും എന്ന് ഈ പ്രവാചകൻ അലൈഹി ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു റബ്ബേ, അത് മാറ്റിത്തരണമേ എന്നോ അല്ലെങ്കിൽ നീ കാരുണ്യവാനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാം അർപ്പിക്കുകയാണ് ആ പ്രവാചകൻ ചെയ്തത്. അതോടുകൂടി തന്നെ ഫസ്തജബനാലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. എന്താണ് ഉത്തരം? അദ്ദേഹത്തിനുണ്ടായ ദുരിതം അത് അദ്ദേഹത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ മുഴുവൻ രോഗവും വിഷമങ്ങളും മാറ്റിയെന്ന് മാത്രമല്ല, ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള എല്ലാ ദുർറും, എല്ലാ കഷ്ടപ്പാടും, എല്ലാ ദുരിതവും അള്ളാഹു മാറ്റി. ഫആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിന് അള്ളാഹു തിരിച്ചു നൽകി. നഷ്ടപ്പെട്ട കുടുംബത്തെ അദ്ദേഹത്തിന് തിരിച്ചു നൽകി. മക്കൾ നഷ്ടപ്പെട്ടിരുന്നു, മക്കളെയും തിരിച്ചു നൽകി. മാത്രമല്ല വമിസ്ലഹും മാഹും, അതോടൊപ്പം തന്നെ അതുപോലുള്ളവരെ വേറെയും നൽകി. ആ നൽകിയവരെ കൂടാതെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം മക്കളെയും കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെയും നൽകി. റഹ്മത്ത് മിൻ ഇൻദിനാ, നമ്മുടെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് എന്ന രൂപത്തിൽ, കാരുണ്യം എന്ന രൂപത്തിലാണ് അത് നൽകിയിട്ടുള്ളത്. വദിക്റ ലിൽ ആബിദീൻ, അള്ളാഹുവിന് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കുള്ള ഒരു പാഠവുമാണ് ഇത് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും നാം അനുഗ്രഹിച്ചു. ഇസ്മായിൽ അലൈഹി ഇസ്ലാം അദ്ദേഹം ചെറിയ പ്രായത്തിൽ ഹാജറയോടൊപ്പം ആരുമോരുമില്ലാത്ത, ഒരു നിലക്കും ജനവാസമില്ലാത്ത, ഒരു മനുഷ്യനില്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത ആ മണലാരണ്യത്തിൽ അവരെ ഉപേക്ഷിച്ച് അവരെ നിർത്തി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ നിന്ന് പോവാണ്. അവിടെ ക്ഷമിച്ചു കഴിഞ്ഞ ഹാജറിൻ്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് തന്നെ തൻ്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടാണ്. പിതാവിനെ പറ്റി മോശമായ അഭിപ്രായങ്ങളായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്. പിതാവിനെ പറ്റി നല്ല ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവിൻ്റെ കൂടെ അദ്ദേഹം ബലികർമ്മം നടത്തപ്പെടുന്നതിന് വേണ്ടി പോയപ്പോൾ അവിടെ അദ്ദേഹം എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് വെച്ചപ്പം, എന്നെ നിങ്ങൾക്ക് ഷമാലുക്കളുടെ കൂടെ കാണാം പിതാവേ,
എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണാമെന്ന് അദ്ദേഹം പിതാവിന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ കൂടെ നിന്ന അദ്ദേഹം പിന്നീട് ആ മക്കയിൽ തന്നെ തങ്ങുകയും അവിടെ തന്നെ വിവാഹം ചെയ്യുകയും അവിടെ തന്നെ ജീവിക്കുകയും കഅബാലയം പടുത്തുയർത്തുമ്പോൾ തൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും എല്ലാം ചെയ്ത ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമും ഇദ്രീസിനെ സംബന്ധിച്ച് മറിയം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജനത്തിന് പ്രബോധകനായിട്ട് നിയുക്തനായ അദ്ദേഹം കളവാക്കപ്പെട്ടു. ആ ജനത നശിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക് ഉയർത്തി എന്നുമാണ് ഇബ്നു റളിയല്ലാഹു പറയുന്നത്. പിന്നീട് പറയുന്നത് ദുൽകിഫിൽ എന്ന് പറയുന്നയാളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഏതാണ് പ്രവാചകൻ എന്ന് തീർത്ത് പറയാൻ സാധ്യമാകുന്നില്ല. ഒരുപക്ഷെ ഒരു പ്രവാചകന് ഉണ്ടായ ഇരട്ടപ്പേര് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇസ്രായേൽ എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമിന് പേരിട്ടതുപോലെ ഇല്യാസ് നബിക്ക് ദുൽകിഫിൽ എന്ന പേരുണ്ടായിരുന്നുവെന്നും ഈസാ അലൈഹി ഇസ്ലാമിന് മസീഹ് എന്ന പേരും യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് ദുന്നൂൻ എന്ന പേരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഹമ്മദ് എന്ന പേരും ഉള്ളതുപോലെ തന്നെ ഇല്യാസ് നബിക്ക് ദുൽകിഫിൽ എന്ന പേരിട്ടതായിരുന്നു എന്നും പറയുന്നുണ്ട്. അതല്ല, ദുൽകിഫിൽ മറ്റ് പ്രവാചകനാണ് എന്നും പറഞ്ഞവരുണ്ട്. ഏതായാലും ആ ദുൽകിഫിൽ അടക്കം ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇദ്രീസ് അലൈഹി ഇസ്ലാം, ദുൽകിഫിൽ എല്ലാവരും കൊല്ലും മിന സ്വാബിരീൻ, ഇവരെല്ലാവരും ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അവർക്ക് വന്ന വിപത്തുകളൊക്കെ ശരിയായ രൂപത്തിൽ ക്ഷമിച്ച ആളുകളായിരുന്നു. ഈ ദുൽകിഫിൽ എന്ന വാക്കിന് കിഫിൽ എന്ന വാക്കിന് വിഹിതം എന്നും ഭാഗ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചയാൾ എന്നും അർത്ഥം പറഞ്ഞവരുണ്ട്. വാദ്ഖൽനാഹു ഫി റഹ്മത്തിന, നമ്മുടെ കാരുണ്യത്തിൽ നാം ഇവരെ എല്ലാം പ്രവേശിപ്പിച്ചു. ഇന്നഹു മിന സ്വാലിഹീൻ, തീർച്ചയായും ഇവരെല്ലാവരും തന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം നാം മനസ്സിലാക്കുകയും അവരെ പിന്തുടരാൻ സാധിക്കും വിധത്തിൽ നാം പിന്തുടരുകയും റബ്ബിൻ്റെ തൃപ്തിക്ക് പാത്രമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. റബ്ബ് നമ്മളെല്ലാം സഹായിക്കട്ടെ, നമ്മളെല്ലാം വിജയിച്ചവരോട് ഉൾപ്പെടുത്തി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.